ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അൽഷാത്തി ക്യാമ്പിലെ വീടിന് നേരെയായിരുന്നു ആക്രമണം. ഹനിയയുടെ കുടുംബത്തിലെ 10 പേരെങ്കിലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു. ഏപ്രിൽ 10 പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ 3 മക്കളും 4 പേരുമക്കളും കൊല്ലപ്പെട്ടിരുന്നു. അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ കുടുംബത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഹനിയയുടെ മക്കളായ ഹാസിം ഹനിയ, ആമിർ ഹനിയ, മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ, മോന, ഖാലിദ്, റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത്. കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത്. ജൽഷവയിൽ താമസിക്കുന്ന ഹനിയയുടെ സഹോദരിയെ ഈ വർഷമാദ്യം ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളിയിരുന്നു. ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ലബനാനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു. അതേസമയം ഗാസയിൽ 21,000 കുട്ടികളെ കാണാനില്ലെന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിച്ചു. സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെതന്യാഹു. ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായി വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹിസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗസ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഗാസ യുദ്ധം അവസാനിക്കാതെ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ അറിയിച്ചു. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്ന് ജേക്ക് സലിവൻ ഉറപ്പു നൽകി. ഗാസയിൽ ആക്രമണം നിർത്താനോ സൈനിക പിന്മാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ലെന്ന് നെതന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് തലവൻ ഖലീഫ് അൽ ഹയ്യ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലെബനാനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കീത് ചെയ്തു. ലബനാൻ യുദ്ധമേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ലബനാൻ ഇസ്രായേൽ അതിർത്തികളിൽ സംഘർഷം പുകയുകയാണ്. ഹിസ്ബുള്ള അയച്ച മിസൈൽ പതിച്ചൊരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം വ്യാപകമാണ്. ഗാസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജവ്രാവി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. പിന്നിട്ട മാസങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജഫ്രാവിയുടെ വിയോഗം ഗാസയിലുടനീളം കണ്ണീർ പടർത്തി. ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊരിഞ്ഞത് 101 പലസ്തീനികളാണ്. ഗാസയിലെ ഷാദി, തോഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 54 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.